വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡിലെ 6ാമത്തെ ബ്ലോക്ക് 2ാമത്തെ യൂണിറ്റാണ്. അതിലെ ഷോർട്ട് നോട്ട്സാണ് നാം ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടെക്സ്റ്റിൻ്റെ മുഴുവൻ നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ ഷോർട്ട് നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഒന്ന്, വേർഷൻ ഓഫ് മോഡേൺ ഇന്ത്യ ആൻഡ് സയൻറ്റിഫിക് ടെമ്പർ, ആധുനിക ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ശാസ്ത്രീയ അവബോധവും. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് ആധുനിക ഇന്ത്യയുടെ പ്രധാന ശില്പി. അന്ധവിശ്വാസങ്ങൾക്ക് പകരം ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൂടെ മുന്നേറുന്ന മതേതരത്വവും ജനാധിപത്യപരവും പുരോഗമനപരവുമായ ഒരു രാഷ്ട്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. പൗരന്മാർക്കിടയിൽ ശാസ്ത്രീയ അവബോധം വളർത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം ശക്തിയായി വാദിച്ചു. ജീവിതത്തിലും സമൂഹത്തിലും യുക്തിസഹജവും വിശകലനാത്മകവുമായ ഒരു സമീപനം സ്വീകരിക്കുക എന്നതാണ് ഇതിനർത്ഥം. അടുത്ത, ടെമ്പിൾ ഓഫ് മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ. ദേശീയ വികസനത്തിന് വൻകിട അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനിവാര്യമാണെന്ന് നെഹ്റു വിശ്വസിച്ചു. ബ്രക്കാനങ്ങൾ പോലെയുള്ള വലിയ അണക്കെട്ടുകളെയും ഇരുമ്പുരുക്ക് ശാലകളെയും വൈദ്യുത നിലയങ്ങളെയും അദ്ദേഹം ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ, ടെമ്പിൾ ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി (IIT), ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് (AIIMS), ആണവോർജ കമ്മീഷൻ (CSIR) തുടങ്ങിയ ലോകോത്തര വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിതമായി. അടുത്തത്, എക്കണോമിക് പ്ലാൻ ആൻഡ് മിക്സ്ഡ് എക്കോണമി, സാമ്പത്തിക ആസൂത്രണവും മിശ്ര സമ്പദ് വ്യവസ്ഥയും. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാനും ചിട്ടയായ വളർച്ച ഉറപ്പാക്കാനും സോവിയറ്റ് മാതൃകയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നെഹ്റു സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൊണ്ടുവന്നു. 1950 അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കുകയും പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ (മിക്സ്ഡ് എക്കോണമി) സ്വീകരിച്ചു. ഇതിൽ അടിസ്ഥാന വൻകിട വ്യവസായങ്ങൾ സർക്കാരിൻ്റെ പൊതുമേഖല നിയന്ത്രണത്തിലായിരിക്കുകയും ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളിലും കൃഷിയിലും സ്വകാര്യ മേഖലയെ അനുവദിക്കുകയും ചെയ്തു. അടുത്ത, ഫോറിൻ പോളിസി, പഞ്ചശീൽ ആൻഡ് NAM, വിദേശനയം, പഞ്ചശീല തത്വങ്ങളും ചേരിചേര പ്രസ്ഥാനവും. ഈ പഞ്ചശീൽ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന ശില്പി നെഹ്റു ആയിരുന്നു. ലോകം അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും നേതൃത്വത്തിലുള്ള രണ്ട് ചേരികളായി തിരിഞ്ഞ ശീതയുദ്ധകാലത്ത് കോൾഡ് വാർ സ്വതന്ത്രമായി നിലനിൽക്കാൻ നെഹ്റു തീരുമാനിച്ചു. ഈജിപ്റ്റ്, യൂഗോസ്ലോവിയ തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കന്മാർക്കും ചേർന്ന് അദ്ദേഹം ചേരിചേരാ പ്രസ്ഥാനത്തിന് നോൺ അലൈൻസ് മൂവ്മെൻറ്റ് (NAM) രൂപം നൽകി. പരസ്പര ബഹുമാനം, ആക്രമിക്കാതിരിക്കൽ, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കൽ എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് 1954 അദ്ദേഹം ചൈനയുമായി പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചു. അടുത്തത്, സോഷ്യൽ റിഫോമേഴ്സ് ആൻഡ് ഹിന്ദു കോഡ് ബിൽ, സാമൂഹിക പരിഷ്കാരങ്ങളും ഹിന്ദു കോഡ് ബില്ലും. സാമൂഹ്യ നീതിക്കും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വേണ്ടി ശക്തമായി നിലകൊണ്ട വ്യക്തിയായിരുന്നു നെഹ്റു. ഹിന്ദു കോഡ് ബിൽ തയ്യാറാക്കുന്നതിലും പാസാക്കുന്നതിലും അദ്ദേഹം ഡോക്ടർ BR അംബേദ്കറെ പൂർണ്ണമായി പിന്തുണച്ചു. നിയമം ഹിന്ദു വ്യക്തി നിയമങ്ങളെ ആധുനികവൽക്കരിച്ചു. ഇത് ബഹുഭാര്യത്വം നിരോധിക്കുകയും വിവാഹമോചനം നിയമവിധേയമാക്കുകയും ഹിന്ദു സ്ത്രീകൾക്ക് സ്വത്തിൽ തുല്യ അവകാശം നൽകുകയും ചെയ്തു.